കറുത്തിട്ടാണേലും മോള് സുന്ദരിയാട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഫ്രേസ് ആണ് ഇത്. അന്ന് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ വെളുത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ വെളുത്തിട്ടാണേലും നീ സുന്ദരന, അല്ലെ വെളുത്തിട്ടാണേലും നിന്റെ ചിരി കൊള്ളാം അങ്ങനെ പറയുമോ? ഒരിക്കലും പറയത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരെ സൊസൈറ്റി ഇതുപോലെ വേർതിരിച്ച് കാണുന്നതെന്ന് ഉള്ളതിന് ഉത്തരം എനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെ വിഷ്വൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിലെ എന്റെ ഏറ്റവും വലിയൊരു ഡൗട്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്റെ സ്കിൻ ടോൺ ഉള്ള ഒരാളെ പിടിച്ചൊരു അഡ്വർടൈസ്മെന്റിലോ അല്ലെങ്കിൽ ഒരു സിനിമയിലോ ഒക്കെ ഹൈപ്പ് കൊടുത്ത് കാണിക്കാത്തതെന്ന്. ഇപ്പോൾ ഒരു 100%, ഒരു 10% ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് പ്രിഫറൻസ് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ സിമ്പതറ്റിക്കലി ഒരു ഹൈപ്പാണ് ഈ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഭയങ്കര സിമ്പതറ്റിക്കൽ ഹൈപ്പ് കൊടുത്തുകൊണ്ടിട്ട് അയ്യോ നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണ്, നിങ്ങൾ ചെയ്തത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അത് നോർമലൈസ് ചെയ്ത് അല്ലെ സിമ്പതറ്റിക്കലി അതൊരു വലിയ കാര്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ബോഡി ടൈപ്പോ അല്ലെങ്കിൽ കളർ വെച്ചിട്ടോ ആണോ അയാളുടെ ജീവിതം അയാളുടെ ലൈഫ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? അവരുടെ ക്യാരക്ടറും ബിഹേവിയറും വെച്ചിട്ടല്ലേ. ഇതിന്റെ ഒരു ഡാർക്കർ സൈഡ് എനിക്ക് മനസ്സിലായത്, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എത്ര കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മിസ്സേ എല്ലാവരും എന്നെ കളിയാക്കുക, ഞാൻ കറുത്ത എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് വിഷമമാണെന്ന്. ഈ കുഞ്ഞിലെ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ട്രോമയുടെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയി. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു മക്കളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ ഇങ്ങനെ ഒരു വിഷം വരുന്നത് എന്ന് എനിക്കറിയത്തില്ല. അത് നമ്മുടെ സൊസൈറ്റിയുടെ കുഴപ്പം തന്നെയല്ലേ. അപ്പൊ ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ജീവിക്കല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ.